മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷിയുടെ കല്യാണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഉപ്പും മുളകും സീരിയലിലൂടെയാണ് ഋഷിക്ക് ധാരാളം ആരാധകരെ കിട്ടിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ലും ഋഷി പങ്കെടുത്തിരുന്നു. അടുത്തിടെയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ഋഷി പറഞ്ഞത്. എന്തായാലും കല്യാണം ചെയ്ത് നിശ്ചയിച്ച് ക്ഷണക്കത്ത് മേടിച്ചു. ആദ്യത്തെ കത്ത് നൽകിയത് നിഷ സാരംഗിനായിരുന്നു. ഉപ്പും മുളക് ഋഷിയുടെ അമ്മയുടെ കഥാപാത്രമാണ് നിഷ ചെയ്തത്. നിഷയെ അമ്മ എന്ന് തന്നെയാണ് ഋഷി വിളിക്കാറുള്ളത്. കല്യാണം ക്ഷണിക്കാൻ പോവുകയാണെന്നും ഉപ്പും മുളകും സെറ്റിൽ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്താൻ പോവുകയാണെന്നും പറഞ്ഞാണ് ഋഷി വീഡിയോ ആരംഭിച്ചത്. അമ്മ എന്റെ കല്യാണമാണ്, അമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നിഷാ സാരംഗിന്റെ കാല് തൊട്ട് വന്നിച്ചാണ് ഋഷി കല്യാണ കത്ത് നൽകുന്നത്. ഋഷിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്നും നിഷ പറയുന്നുണ്ട്. എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നെന്നും നിഷ പറയുന്നു. രണ്ടാമതായി പോകുന്നത് ശിവാനിയുടെ അടുത്തേക്കാണ്. ശിവാനിക്ക് പനിയായിരുന്നു. കല്യാണത്തിന് ഡാൻസ് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് പനിയൊക്കെ മാറ്റണമെന്ന് ഋഷി പറയുന്നുണ്ട്. ബിജു സോപാനത്തിന് ഉപ്പും മുളകും സെറ്റിൽ പോയാണ് കത്ത് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്തെത്തി എന്നാണ് ഋഷി പറയുന്നത്. ഋഷിയെ കണ്ടയുടെ പാർക്കുട്ടി ഓടി വരുന്നുണ്ട്. അച്ഛാന്ന് വിളിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ഋഷി കത്ത് നൽകുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അടുത്തിടെയാണ് ഋഷി പരിചയപ്പെടുത്തിയത്. നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിക്കാൻ പോകുന്നത്. 6 വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നു. ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു. അമ്മയോട് സമ്മതം വാങ്ങിയായിരുന്നു ഋഷി ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസൽ റിങ് വാങ്ങുന്നതും ഐശ്വര്യക്ക് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം വീഡിയോയിൽ കാണിച്ചിരുന്നു. എന്തായാലും ഋഷി ആദ്യം നിഷയെ തന്നെ വിവാഹം ക്ഷണിച്ചതിലുള്ള സന്തോഷം ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട്. കുറെ വർഷം മുമ്പ് കേശുവും ശിവാനിയൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ആണ് ഈ ഉപ്പുമുളക് എന്ന സീരിയൽ തുടങ്ങുന്നത്. അത് ഭയങ്കര ഒരു ഇതാണ്. ആ സമയത്ത് ഞങ്ങൾ ഇത് ടി വി വെച്ച് കാണുന്നത്. അന്ന് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന മരിക്കുന്നതിന് മുമ്പൊക്കെ ഈ സീരിയലൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. ഇവർക്കിപ്പോൾ വലുതായി. അന്ന് ഈ ഒരുപാട് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ബിജു സോപാനവും നിഷയും തമ്മിലുള്ള ഒരുപാട് കോമഡി സീനൊക്കെ അതിനകത്തുണ്ടാകും. പിന്നെ പിള്ളേരുടെയൊക്കെ വർത്തമാനവും ആ ഒരു അടിപൊളിയൊക്കെ രസമായിരുന്നു. പിന്നെ സീരിയൽ ഇവരുടെ വളർച്ചയും അതുപോലെ തന്നെ സീരിയലിന്റെ വളർച്ചയൊക്കെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് കാണാറൊന്നുമില്ല. എങ്കിലും ഇവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ഋഷി ആയാലും ശിവാനി ആയാലും അതുപോലെ കേശു ആയാലൊക്കെ. പിന്നെ പാറുക്കുട്ടി പാറുക്കുട്ടിയൊക്കെ തീരെ കുഞ്ഞായിട്ടാണ് വന്നത്.